Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗിലാണല്ലേ. നമ്മളൊക്കെ അറിഞ്ഞതാണ് ഈ ഒരു ഡിസംബർ 31 കൂടി ആ ഒരു നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞ് തകൃതിയായി പഠനം സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. എന്നാൽ പഠിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്താണ് പഠിച്ചു തുടങ്ങാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പം നമ്മൾ ഒരു പല സെക്ഷനിലുള്ള ആൾക്കാരെ പറഞ്ഞു അല്ലേ. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ സിലബസ് എന്താണ്, അല്ലെങ്കിൽ എക്സാംസ് എപ്പോഴാണ്, ഏത് ലെവലിലാണ് എക്സാംസ് ഒന്നും പറഞ്ഞ് നിങ്ങളെ വിറപ്പിക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല. കാരണം എന്താണ്, ഇത് നിങ്ങൾ പല വീഡിയോസിൽ, നമ്മുടെ തന്നെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ധാരണയില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. ഇനി അതിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത് എങ്ങനെ എന്നുള്ളൊരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോബ് എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേകത എന്നുള്ളൊരു കാര്യമാണ്. അത് നമുക്കറിയാം അല്ലേ. കാരണം എന്താണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കേരള PSC നടത്തുന്നതിലെ ഏറ്റവും ഹൈ ലെവൽ ആയിട്ടുള്ളൊരു എക്സാമാണ്, ശരിയല്ലേ. ഹൈ ലെവൽ എക്സാം മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ വേറൊരു PSC എക്സാമിനെ അഭിമുഖീകരിക്കുന്നത് പോലെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി പഠിച്ചാൽ മതിയോ? പോരാ. കാരണം എന്താണ്, അതിന് എന്തായാലും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ കൂടുതലാണ് എന്ന് പറയാനുള്ള കാരണം ആ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ആ പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിൻ്റെ കീഴിലുള്ളത് ഈ ഒരു സെക്രട്ടേറിയറ്റിൽ മാത്രമുള്ള ഒരു അസിസ്റ്റന്റ് ജോലിയാണെന്ന് വിചാരിക്കരുത്. ബാക്കി എന്താണ്, ബാക്കി ഇതുപോലെ തന്നെ ഹൈ ലെവൽ ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ ഉള്ളൊരു വേക്കൻസി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആ ഒരു പേരിൽ ഈ ഒരു പോസ്റ്റ് ഇത്ര ഫേമസ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടാണ് ഇതിന് പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പവറാണ്. നമുക്കത് എഴുതി തന്നെ പോകാം. നിങ്ങളും എന്ത് ചെയ്യണം, നിങ്ങളും ഇത് മനസ്സിൽ കുറിച്ചിടണം. ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളും ഇവിടെ കുറിച്ചിടണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്താണ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പവറാണ്. പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അധികാരം അല്ലേ. ഈ അധികാരം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഒരിക്കലും ഇല്ല. എല്ലാവർക്കും ഇഷ്ടമാണ് അധികാരം എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഈ സമൂഹത്തിന് കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്ത് വേണം, അധികാരം വേണം. എങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു മാറ്റം നമ്മുടെ ഒരു സമൂഹത്തിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ, ശരിയല്ലേ. അപ്പോൾ ആ ഒരു അധികാരം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിൽ എത്തുന്നവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതായത് ആ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, മന്ത്രിസഭ കൂടിച്ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് ഈ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പവർ ഉണ്ടോ? ഉണ്ട്. കാരണം എന്താണ്, ആ ഒരു നിയമങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അവിടെ ആരുടെ പിന്തുണ ആവശ്യമാണ്? ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലുള്ള അല്ലെങ്കിൽ ആ ഒരു ജീവനക്കാരുടെ പിന്തുണ ആവശ്യമാണ്. അപ്പോൾ അവിടെ പവർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ ഏറ്റവും കൂടുതൽ പവർ ഉള്ള ഒരു ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തന്നെയാണ്, IAS IPS ആണ് അല്ലേ. അതിന് യാതൊരു തർക്കവുമില്ല. അതിനുശേഷം പിന്നെ വരുന്നൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ സെക്രട്ടേറിയറ്റ് പോസ്റ്റാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അധികാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ സമൂഹത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കണം. ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി അല്ലേ. മണി അല്ലെങ്കിൽ എന്തെന്ന് പറയും, സാമ്പത്തികം. അതായത് ഈ ഒരു പോസ്റ്റിലേക്കുള്ള സാലറി സ്കെയില് നിങ്ങൾക്ക് ആർക്കും അറിയാത്തതായിട്ടുണ്ടാവില്ല അല്ലേ. നമ്മുടെ PSCയിൽ വെച്ചിട്ട് ഏറ്റവും ഹൈ സാലറി സ്കെയിലുള്ളൊരു പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ
കീഴിൽ വരുന്ന എല്ലാ പോസ്റ്റും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതും ഒരു മുഖ്യ ഘടകമാണ്. ഓക്കെ, അപ്പൊ നോക്കുക, അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു വില, ഈ ഒരു പവർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് സമൂഹത്തിൽ പല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതൊക്കെ തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോസ്റ്റിനെ ഇത്ര പ്രത്യേകതയുള്ളതാക്കി തീർക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പം ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളതാണ്, അതായത് നല്ലവർ നിഷ്ക്രിയരാകുന്നതാണ് സമൂഹത്തിന് ഏറ്റവും വലിയ ശാപം എന്ന് പറയും. കാരണം എന്താണ്, ഒത്തിരി കാര്യങ്ങൾ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാകും. പക്ഷെ എന്താണ്, അവർ നിഷ്ക്രിയരായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അവിടെ എന്താണ്, ഈ ഒരു രീതി തന്നെ മുൻപോട്ട് പോകും. അപ്പോൾ അങ്ങനെ ചിന്തയുള്ളൊരു യുവത്വം ഇന്ന് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു നല്ലൊരു ജോബാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ ബാക്കി PSC എക്സാം അഭിമുഖീകരിക്കുന്ന അതേ രീതിയിലേക്ക് ഒരിക്കലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു എക്സാം നിങ്ങൾ അഭിമുഖീകരിക്കരുത്. കാരണം എന്താണ്, എന്തുകൊണ്ട് എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തന്നെ വേണം. അതിന് നിങ്ങൾ മറുപടി കണ്ടെത്തണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വേണ്ടത്? നിങ്ങൾ പലർക്കും അറിയാം, നമ്മുടെ സമൂഹത്തിലൊക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്നത് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് എന്താണ്, പവർ ഉണ്ട്. ഇനി സാമ്പത്തികമായിട്ട് മെച്ചപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് ഇതിന് നല്ല സാലറി സ്കെയിൽ ഉണ്ട് അല്ലേ. മുൻഗണന ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു പോസ്റ്റിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിലയുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കണം എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം ക്ലിയർ ചെയ്യേണ്ടേ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിന് ഒരു വർഷത്തോളം നീളുന്ന ഒരു പ്രോസസ്സാണ്. പല തവണയും നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എക്സാം എഴുതാനുള്ള ത്വര എന്ന് പറയുന്നത് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഡൗൺ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും തീവ്രമായിരിക്കില്ല. പക്ഷെ എന്താണ്, തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? കാരണം എന്താണ്, ആദ്യം നമുക്കറിയാം പ്രിലിമിനറി എക്സാം ഉണ്ട്, അതിനുശേഷം മെയിൻ എക്സാം ഉണ്ട്, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇത്രയും നാള് നമ്മൾക്ക് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു സ്വപ്നം നമ്മുടെ ഉള്ളിൽ അണയാതെ തന്നെ കൊണ്ട് എത്തിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, നമുക്ക് ഈ ജോലിയോടുള്ളൊരു ആവേശം വേണം. ശരിയല്ലേ? ആ ജോലിയോട് ആവേശം നിലനിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് ഞാനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവും എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഇപ്പം തന്നെ ഉത്തരം കാണണം. അത് നിങ്ങൾ മനസ്സിൽ കുറിച്ചിടണം. മനസ്സിൽ കുറിച്ചിട്ടാൽ മാത്രം പോരാ, നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പം കാണാൻ പറ്റുന്നത് എവിടെയോ അവിടെ ഒന്ന് എഴുതി വെക്കുക. ഇതുകൊണ്ടാണ് ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള നിങ്ങളുടെ സ്വപ്നം എഴുതി വെക്കുക. അത് കണ്ടുകൊണ്ട് എന്നും രാവിലെ ഉണരുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അങ്ങ് പഠിച്ചോളുക. അപ്പോൾ ഈ ഒരു ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്കും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി കുറച്ച് പേര്, ഇനി വേറൊരു വിഭാഗമുണ്ട്, അതായത് വലിയ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്സാകുമോ? കാരണം എന്താണ്, കുറേ കോമ്പറ്റീഷൻ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്, സിവിൽ സർവീസ് എക്സാം എഴുതുന്നവരൊക്കെ ഇതും അറ്റൻഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എത്തി നിൽക്കുന്നവരോടുണ്ടെങ്കിൽ അവരോടാണ് എൻ്റെ അടുത്തൊരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അങ്ങനെ കൺഫ്യൂഷനിലായിരിക്കേണ്ട ഒരാവശ്യവും. നിങ്ങൾ ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങൾ സിലബസ് ഉൾക്കൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കും ഈ ഒരു റിസോഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ സിലബസിൽ വേണ്ട കാര്യം എക്സാമിന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യാവുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. ഇനി അടുത്തൊരു വിഭാഗം ഉള്ളത്, ഒരു പ്രിലിമിനറിയും മെയിൻ എക്സാം ഒക്കെ എഴുതിയെടുക്കാനായിട്ട് തയ്യാറാണ്. പക്ഷെ എന്താണ്, ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് അവർക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്യാത്തവരുണ്ട്. നമുക്കറിയാം കേരള PSCയുടെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താണ്, നമ്മളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ടെൻഷൻ അടിപ്പിക്കാനോ ഒന്നും ഉള്ളൊരു ഇന്റർവ്യൂ അല്ല. മറിച്ച് എന്താണ്, ഒരു 15 മിനിറ്റ് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് എന്നുള്ളത് മാത്രമാണ് അവിടെ മെഷർ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നല്ല കോൺഫിഡൻറ്റോട് കൂടി നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യുക. ചോദ്യങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുക. അറിയുന്നില്ല
പറ്റുന്നില്ലെങ്കിൽ എന്താണ്, അവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം. അല്ലാണ്ട് ഇതൊരു മുൾമുനയിൽ നിർത്തുന്ന ഇന്റർവ്യൂ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിനെ പേടിച്ചും ആരും എക്സാമിന് വേണ്ടി പഠിക്കാതിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആർക്കെങ്കിലും ഇനിയൊരു പഠിച്ചിട്ട് എത്തിയില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട, ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഇതുപോലെ തന്നെ ഫുൾ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. കോഴ്സിന്റെ പ്രത്യേകത നമുക്കറിയാം അല്ലെ, സ്പെഷ്യൽ മെന്റർഷിപ്പോട് കൂടെ ഇവിടുത്തെ എല്ലാ പ്രഗത്ഭരായ അധ്യാപകരെയും വെച്ചിട്ടുള്ള ഒരു കോഴ്സാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സസ് എല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടാവും, കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും, എല്ലാ ടോപ്പിക് വൈസും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും, സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടാകും. അപ്പൊ ഇത്രയും പ്രത്യേകതകളോട് കൂടിയാണ് ഈ ഒരു ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, നമുക്കറിയാം അല്ലെ, കുറെ റിസോഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട റിസോഴ്സുകളെ വേണ്ട സമയം കൊണ്ട്, ഉള്ള സമയം കൊണ്ട് പഠിച്ചെത്താനായിട്ട് സാധിക്കണം. നമ്മൾ ഒരുപാട് റിസോഴ്സുകൾ തപ്പിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ നമ്മുടെ സമയം പോവുക. അപ്പൊ വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരെ. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം PSCയുടെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എക്സാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെയും അതുപോലെ മുൻവർഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വിലയിരുത്തിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ബുക്സ് ആണ് റിഫർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് ഡിസംബർ 11 7 മണിക്ക് നമ്മുടെ ഫാരിസ് സാറാണ് എത്തുന്നത്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഈ ഒരു വിഷയമൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാറാണ് ഫാരിസ് സാർ എന്ന് പറഞ്ഞത്. അപ്പൊ ഫാരിസ് സാറിന്റെ സ്പെഷ്യൽ സെക്ഷൻ ആണ് ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പഠിച്ചു തുടങ്ങുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പം അതിന് വരുന്ന ക്വസ്റ്റ്യൻസ് അറിഞ്ഞ് തന്നെ പഠിക്കണം. അങ്ങനെ അറിഞ്ഞ് പഠിക്കണമെങ്കിൽ ഇത് എവിടെ നിന്നാണ് വരുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നാം പ്രതീക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അപ്പൊ അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഡിസംബർ 11 നടക്കുന്നത്. അത് രാത്രി 7 മണിക്കാണ്. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വെബിനാറിൽ പങ്കെടുത്ത് അങ്ങ് ഉഷാറോടുകൂടെ പഠിച്ചു തുടങ്ങിക്കോളുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ ഒന്ന് പറയാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചാൻസുകൾ വന്നു, എന്തുകൊണ്ട് ആ പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. എന്നിട്ട് നോക്കുക, ടേക്കിംഗ് നോ ചാൻസസ് മീൻസ് വേസ്റ്റിംഗ് യുവർ ഡ്രീംസ്. അതായത് ഇത്രയുമൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെ വേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും ആരും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്വപ്നത്തിലേക്ക് നല്ല രീതിയിൽ പഠിച്ചെത്തുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ വെബിനാറിൻ്റെ കാര്യം ആരും മറക്കണ്ട. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്